സ്ലോ മൂവിങ് ട്രാഫിക്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യുക എന്നുള്ളത്. ഏറെക്കുറെയുള്ള ട്രാഫിക് ബ്ലോക്കുകളെല്ലാം നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാൻ സാധിക്കും. അതായത് ഇപ്പോൾ റെഡ് സിഗ്നൽ ആവും, അല്ലെങ്കിൽ ആ പോകുന്ന ബസ് അവിടെ നിർത്താം എന്നൊക്കെ ഉള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും അല്ലേ. നമ്മളെപ്പോൾ വാഹനം ഓടിക്കുക ഇറങ്ങിയാലും നമ്മൾ മുന്നേ പോകുന്ന വണ്ടി അടുത്ത നിമിഷം എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം എന്നുള്ളത് നമുക്കൊരു ഇമാജിനറി പോലെ നമുക്ക് മനസ്സിൽ കിടക്കണം. അതിൻ്റെ പേരാണ് ഡിഫെൻസീവ് ഡ്രൈവിംഗ്. നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് സിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു സ്ലോ മൂവിങ് ട്രാഫിക് കണ്ടു, നമ്മൾ ദൂരന്നേ കണ്ടു. അത് നമ്മൾ ആ കണ്ടുകൊണ്ട് നേരെ അങ്ങ് ഡയറക്റ്റായിട്ട് ആ സ്ലോ മൂവിങ് ട്രാഫിക്കിലോട്ട് കയറി ചെന്ന് എൻ്റർ ചെയ്യാതെ ആ ട്രാഫിക് ഏരിയ എത്തും മുന്നേ പിറകിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ സ്ലോ ഡൗൺ ചെയ്ത് ഗിയറൊക്കെ ഡൗൺ ചെയ്ത് ക്ലച്ച് എല്ലാം കൺട്രോൾ ചെയ്ത് മാത്രം എങ്ങോട്ട് എൻ്റർ ചെയ്യുക, ആ ഒരു ട്രാഫിക്കിലോട്ട് നമ്മൾ വണ്ടിയുടെ എൻ്റർ ചെയ്യാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നമ്മൾ ദൂരം നിന്ന് ചെയ്യണം, അതിനടുത്ത് പോയി ചെയ്താൽ പോരെ, അത്രയും നേരം നമുക്ക് സ്പീഡിന് അവിടം വരെ പൊക്കൂടെ എന്ന് ചോദിക്കും. പക്ഷേ അങ്ങനെയല്ല. ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒറ്റയ്ക്കായിരിക്കും വണ്ടി ഓടിച്ചിട്ട് പോകുന്നത്. നമ്മൾ ആ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഗിയറിലോട്ട് മാറാൻ പോകുന്ന സമയത്തായിരിക്കും മുന്നിലുള്ള ബ്ലോക്ക് എന്ത് ചെയ്യുന്നത്, ക്ലിയർ ആവുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പാനിക്കാവും. ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ നീട്ടി ഹോൺ അടിക്കാൻ തുടങ്ങും. നമ്മൾ പിടിച്ച് ഗിയർ ഇടുന്നത് കറക്റ്റ് ഫസ്റ്റ് ചെയ്യാൻ വീഴണമെന്നില്ല. നമ്മളവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒരു വെപ്രാളത്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി ഓഫാവും. നമ്മൾ ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, പണികൾ ഏറ്റുവാങ്ങുന്നതാണ്. അപ്പോൾ നമ്മളൊരു പഠിച്ചു തുടങ്ങുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിഫെൻസീവ് ആയിരിക്കുക. അവിടെ എത്തുമ്പോൾ നമ്മൾ ഇന്നത് ചെയ്യണം, അത് ദൂരന്നേ മനസ്സിലാക്കുക. അതായത് ചെയ്യേണ്ടത്, വണ്ടി ആ ഒരു ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ ആയിട്ട് സ്ലോ ഡൗൺ ചെയ്യുക, ഗിയർ എല്ലാം ഡൗൺ ചെയ്ത് വണ്ടി നമ്മളെ കയ്യിൽ ഉറപ്പിക്കുക. അതായത് നമ്മൾ സേഫാണ്. എന്നിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ മാത്രമേ എന്ത് ചെയ്യാവൂ, എങ്ങോട്ട് എൻ്റർ ചെയ്യാവൂ, നേരെ ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യാവൂ. ഓക്കെ. ക്ലച്ചിൽ നിന്ന് പിന്നീട് കാലെടുക്കുമ്പോഴും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് മാത്രമേ എടുക്കാവൂ. നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. ബാക്കിൽ നിന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം ഹോൺ അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പാനിക് ആവരുത്. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, സ്ലോ ആയിട്ട് കാലെടുക്കുക. ആ ഒരു ബൈറ്റിംഗ് പോയിൻറ്റ് ഹാഫ് ക്ലച്ച് വെച്ച് തന്നെ എപ്പോഴും എന്ത് ചെയ്യാൻ, ക്ലച്ച് എടുക്കാൻ ശ്രമിക്കുക. ബാക്കിൽ വരുന്ന വണ്ടിയുടെ ഹോണടി കേട്ടുകൊണ്ട് നമ്മുടെ ക്ലച്ച് വലിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഹോണടി കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഈ ഹാഫ് ക്ലച്ച് ബൈറ്റിംഗ് പോയിൻ്റ് ഒന്നും നമ്മൾ തലയിൽ വരില്ല. നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലെടുത്ത് പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ഒന്നും വേണ്ട. നല്ല സമാധാനത്തിൽ ക്ലച്ച് സാവധാനം ലൂസ് ചെയ്ത് നല്ലോണം വണ്ടി ഷെവറിങ് ചെയ്ത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക, പതിയെ പോവുക. അങ്ങനെ ആകുമ്പോൾ 2-3 സിഗ്നൽ അങ്ങനെ നിന്ന് വരുമ്പോൾ നമുക്കിതെല്ലാം താനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇനി ഇതും കൂടെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.